ഇപ്പോൾ ഞാൻ കാണിച്ചത് പലർക്കും എന്തിനാണെന്ന് മനസ്സിലായിട്ടുണ്ടാവില്ല. നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻ ആകുന്ന പ്രധാനപ്പെട്ട ഒരു അവയവമാണ് സ്റ്റൊമക്ക്. അതിൻ്റെ ഒരു ഉദാഹരണമാണത്. അഥവാ ഒരു ബലൂൺ നമ്മൾ എത്രത്തോളം വിയർപ്പിക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മുടെ ആമാശയം ഉയർന്നു വരുന്നുണ്ട്. നമ്മുടെ വയറെന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് കുറേ വയറുള്ള ആളുകൾ ഇത്രത്തോളം വയറുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണ്. പക്ഷേ വയറെന്ന് പറയുന്നത് നമ്മുടെ കൈയിൻ്റെ ഈ കാണുന്ന പരിധി, ഈ ഒരു വലുപ്പമാണ് നമ്മുടെ സ്റ്റൊമക്ക് വയറുള്ളത്. അതിന് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ നെഞ്ചിൻ്റെ താഴ്ഭാഗത്തായിട്ട് ഇടത് ഭാഗത്താണ്. അപ്പം എത്രത്തോളം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതിനനുസരിച്ച് ഉയർന്നു വരികയാണ് നമ്മുടെ ആമാശയം. ഇങ്ങനെ ആമാശയം ഉയർന്നു വന്നാലുള്ള പ്രശ്നങ്ങൾ സ്റ്റൊമക്കിൻ്റെ അടുത്തുള്ള അവയവത്തിനൊക്കെ അത് കോട്ടം സംഭവിക്കും. ഇത് പല രോഗങ്ങൾക്കും കാരണമായി മാറും. പ്രധാനമായും ഷുഗർ എന്ന മാരകമായ അസുഖത്തിലേക്ക് അത് എത്തിക്കുകയും ചെയ്യും. ഇനി നമ്മളൊന്ന് മനസ്സിലാക്കുക, നമ്മുടെ മക്കളൊക്കെ ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് കാണുന്നത് വളരെ ഹാപ്പിയാണ്. കുട്ടിയുടെ വയറ് ഉയർന്നു വരുമ്പോൾ സന്തോഷിക്കും. പക്ഷേ കുട്ടിയുടെ കൈയിൻ്റെ അളവൊന്ന് നോക്കുക. ഓരോരുത്തരുടെയും കൈയിൻ്റെ അളവിനനുസരിച്ചാണ് ആമാശയം ഞാൻ പറഞ്ഞു. അപ്പോൾ കുട്ടികൾ എത്രത്തോളം ഭക്ഷണം കഴിക്കണമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ കഴിയും. ആവശ്യത്തിനനുസരിച്ചുള്ള ഭക്ഷണം നമ്മുടെ ആമാശയം സ്വീകരിക്കുന്നു. അതിനപ്പുറം കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആമാശയത്തിന് ഉയർച്ച സംഭവിക്കുകയും പല രോഗങ്ങൾക്കും അത് കാരണമായി മാറുകയും ചെയ്യുമെന്ന് മനസ്സിലാക്കുക.